മനുഷ്യ ചരിത്രത്തിൽ പലതരത്തിലുള്ള നുണകളും വഞ്ചനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ബുദ്ധിയും ആത്മവിശ്വാസവും മാത്രം ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ അധികാര കേന്ദ്രങ്ങളെയും കോടീശ്വരന്മാരെയും ഒരുപോലെ പറ്റിച്ച ചില മനുഷ്യരുണ്ട്. കേൾക്കുമ്പോൾ സിനിമയാണ് തോന്നുമെങ്കിലും ചരിത്രത്തിൽ 100% സത്യമായി നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ 6 കള്ളങ്ങളുടെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഒട്ടും വൈകിക്കാതെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. ഈഫൽ ടവർ വിറ്റ ബിരുദൻ. ചരിത്രത്തിലെ ഏറ്റവും ബുദ്ധിമാനായ കള്ളനാണ് വിക്ടർ ലസ്റ്റിക്. 1925 പാരീസിന്റെ അഭിമാനമായ ഈഫൽ ടവർ പരിപാലിക്കാൻ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ വലിയ തുക ചെലവാകുമെന്നും അതുകൊണ്ട് അത് പൊളിച്ചു മാറ്റാൻ ആലോചനയുമുണ്ടെന്ന് ഒരു പത്രത്തിൽ ആരോ നൽകിയ ആർട്ടിക്കിളിൽ നിന്നാണ് വിക്ടർ തന്റെ പ്ലാൻ തയ്യാറാക്കിയത്. അദ്ദേഹം ഫ്രഞ്ച് ഗവൺമെന്റിന്റെ വ്യാജരേഖകൾ ഉണ്ടാക്കി പാരീസിലെ ഏറ്റവും വലിയ 6 വ്യാപാരികളെ ഒരു രഹസ്യ ചർച്ചയ്ക്ക് വിളിച്ചു. ഗവൺമെന്റിന്റെ ഈഫൽ ടവർ പൊളിച്ചു വിൽക്കാൻ പോവുകയാണ് എന്ന് അവൻ അവരെ വിശ്വസിപ്പിച്ചു. ശേഷം ആൻഡ്രേ പോയ്സർ എന്ന വ്യാപാരി ഈ കെണിയിൽ വീഴുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഈഫൽ ടവറിന്റെ കരാർ അയാൾക്ക് ഉറപ്പിക്കാൻ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ വലിയൊരു തുക കൈക്കൂലി കൂടി വേണമെന്ന് വിക്ടർ ആവശ്യപ്പെട്ടു. പണവും കൈക്കൂലിയും വാങ്ങി വിക്ടർ അന്ന് തന്നെ രാജ്യം വിട്ടു. നാണക്കേട് ഭയന്ന് ആൻഡ്രേ പോലീസിൽ ഒരു പരാതി നൽകിയില്ല എന്നതാണ് ഇതിന് വലിയ മറ്റൊരു ട്വിസ്റ്റ്. നമ്പർ 2, മെഡിക്കൽ കോളേജിൽ പോകാത്ത സർജൻ. ജീവിതത്തിൽ ഒരിക്കൽ പോലും മെഡിക്കൽ കോളേജിൽ പോകാത്ത യുദ്ധക്കപ്പലിലെ ചീഫ് സർജനായി മാറി മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഒരാളുണ്ട്, ഫെർഡിനാൻഡ് ഡെമാര. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ച് അവരുടെ പേരിൽ ജീവിക്കുക എന്നതായിരുന്നു ഇയാളുടെ വിനോദം. കൊറിയൻ യുദ്ധ സമയത്ത് ഡെമാര ജോസഫ് സീർ എന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റുകൾ മോഷ്ടിച്ച് കനേഡിയൻ നേവിയിൽ ചീഫ് സർജനായി ജോലിയിൽ കയറി. കപ്പലിൽ ഗുരുതരമായി പരിക്കേറ്റ സൈനികർ എത്തിയപ്പോൾ ഒരു അറിവുമില്ലാത്ത ഡെമാര ഒട്ടും ഭയപ്പെട്ടില്ല. അവൻ നേരെ തന്റെ ക്യാബിനിലേക്ക് പോയി മെഡിക്കൽ പുസ്തകങ്ങൾ വേഗത്തിൽ വായിച്ചു നോക്കി. ശേഷം സർജറി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. അത്ഭുതം എന്ന് പറയട്ടെ, അവൻ ചെയ്ത ഒരു സർജറി പോലും ഇന്നേ വരെ പരാജയപ്പെട്ടിട്ടില്ല. ഒരൊറ്റ സൈനികൻ പോലും മരിച്ചിട്ടുമില്ല. പിന്നീട് വാർത്തകൾ കണ്ട് യഥാർത്ഥ ഡോക്ടറുടെ അമ്മ ഇയാളെ തിരിച്ചറിഞ്ഞപ്പോഴാണ് ഇതിനു മുന്നിലെ ചതി ലോകം അറിയുന്നത്. നമ്പർ 3, വ്യാജദ്വീപിലെ രാജകുമാരി. 1817 ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വിചിത്രമായ വസ്ത്രങ്ങൾ ധരിച്ച ആർക്കും മനസ്സിലാവാത്ത ഭാഷ സംസാരിക്കുന്ന ഒരു യുവതി പ്രത്യക്ഷപ്പെട്ടു. അവളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു നാവികൻ നാട്ടുകാരോട് പറഞ്ഞ കഥ ഇതായിരുന്നു. അവൾ പസഫിക് സമുദ്രത്തിലെ ജവാസു എന്ന സമ്പന്നമായ ഒരു ദ്വീപിലെ രാജകുമാരിയാണെന്നാണ്. കടൽക്കൊള്ളക്കാരിൽ നിന്ന് രക്ഷപ്പെട്ടാണ് ഇവൾ ഇംഗ്ലണ്ടിലെത്തിയത്. ഈ കഥ കേട്ടതും ഇംഗ്ലണ്ടിലെ പ്രഭുക്കന്മാർ അവർക്ക് താമസിക്കാൻ കൊട്ടാരങ്ങളും വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങി നൽകി. വലിയ സൽക്കാരങ്ങളാണ് അവൾക്കായി ഇംഗ്ലണ്ടിൽ നടന്നത്. എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് ശേഷം അവളെ ഒരു പത്രപരസ്യം വഴി ഒരു ലോർഡ് ജോണം തിരിച്ചറിഞ്ഞു. അത് ഏത് ദ്വീപത്തെയും രാജകുമാരി ആയിരുന്നില്ല, മേരി ബേക്കർ എന്ന ഒരു സാധാരണ ചെരുപ്പുകുത്തിയുടെ മകളായിരുന്നു അവൾ. വെറുതെ ഒരു രസത്തിന് വേണ്ടി അഭിനയിക്കുകയായിരുന്നു അവൾ ചെയ്തത്. നമ്പർ 4, പാടാത്ത പോപ്പ് സ്റ്റാറുകൾ. 1980കളുടെ അവസാനത്തിൽ ലോകമെമ്പാടും തരംഗമായി മാറിയ ഒരു മ്യൂസിക് ബാൻഡായിരുന്നു മില്ലി വാനിലി. റോക്ക് പിലാറ്റസ്, ഫാബ് മോർവൻ എന്നീ 2 സുന്ദരന്മാരായ യുവാക്കളായിരുന്നു ഈ ബാൻഡിൽ ഉണ്ടായിരുന്നത്. 1990 നടന്ന സംഗീത ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗ്രാമി അവാർഡ് ഇവർക്ക് ലഭിച്ചു. എന്നാൽ സത്യമെന്നത് മറ്റൊന്നായിരുന്നു. ഈ 2 പേരും അവരുടെ ആൽബത്തിൽ ഒരു വരി പോലും പാടിയിട്ടുണ്ടായിരുന്നില്ല. കാണാൻ ഭംഗിയുള്ള 2 യുവാക്കളെ സ്റ്റേജിൽ ലിപ്സിംഗ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പ്രശസ്ത പ്രൊഡ്യൂസർ വാടകയ്ക്ക് എടുത്തതായിരുന്നു. അമേരിക്കയിൽ നടന്ന ഒരു ലൈവ് സ്റ്റേജ് ഷോക്കിടയിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത ടേപ്പ് വരികൾ പെട്ടെന്ന് കേടായി. ശേഷം ആ വരികൾ ആവർത്തിച്ച് പ്ലേ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ വലിയ ചതി പുറത്തായത്. ഇതോടെ അവർക്ക് ലഭിച്ച ഗ്രാമി അവാർഡ് ചരിത്രത്തിൽ ആദ്യമായി ഗവൺമെന്റ് തിരിച്ചു വാങ്ങി. നമ്പർ 5, റഷ്യൻ രാജകുമാരിയുടെ അദൃശ്യ ജീവിതം. 1818 റഷ്യൻ വിപ്ലവകാലത്ത് റഷ്യയിലെ അവസാനത്തെ രാജാവായിരുന്ന നിക്കോളാസ് രണ്ടാമനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വിപ്ലവകാരികൾ വെടിവെച്ചു കൊന്നു. എന്നാൽ 2 വർഷങ്ങൾക്ക് ശേഷം ബേർലിനിലെ ഒരു കനാലിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു യുവതി താൻ റഷ്യൻ രാജാവിന്റെ ഇളയ മകളായ അനസ്താസിയ രാജകുമാരിയാണെന്ന് അവകാശപ്പെട്ടു. അന്ന് ആൻഡേഴ്സൺ എന്നായിരുന്നു അവൾ സ്വീകരിച്ച പേര്. റഷ്യൻ രാജകുടുംബത്തിലെ രഹസ്യങ്ങളെ കുറിച്ച് അവൾക്ക് കൃത്യമായ അറിവുണ്ടായിരുന്നു. രാജകുടുംബത്തിലെ പല പഴയ വേലക്കാരും യൂറോപ്പിലെ വലിയ ധനികരും അവളാണ് യഥാർത്ഥ റഷ്യൻ രാജകുമാരി എന്ന് വിശ്വസിച്ചു. തന്റെ മരണം വരെ അവൾ ഒരു രാജകുമാരിയെ തന്നെയാണ് ജീവിച്ചത്. എന്നാൽ മറിച്ച് വർഷങ്ങൾക്ക് ശേഷം 1990 നടത്തിയ DNA പരിശോധനയിലാണ് ലോകം ആ സത്യം തിരിച്ചറിഞ്ഞത്. അവൾക്ക് റഷ്യൻ രാജകുടുംബവുമായി യാതൊരു ബന്ധവുമില്ലായിരുന്നു. മാനസിക അസ്വസ്ഥതയുള്ള ഫ്രാൻസിസ്ക എന്ന ഒരു പോളിഷ് ഫാക്ടറി തൊഴിലാളിയായിരുന്നു ഇവൾ. ആൻഡ് ഫൈനലി നമ്പർ 6, ഇല്ലാത്ത രാജ്യം വിറ്റ ആൾ. നമ്മുടെ ഈ ലിസ്റ്റിലെ അവസാനത്തെ കള്ളം കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. ഇല്ലാത്തൊരു രാജ്യം മൊത്തമായി വിറ്റ് കോടികൾ സമ്പാദിച്ച ഗ്രെഗർ മെഗർ എന്ന സ്കോട്ടിഷ് പട്ടാളക്കാരന്റെ കഥയാണിത്. 1890 ഇയാൾ ലണ്ടനിൽ തിരിച്ചെത്തി. മധ്യ അമേരിക്കയിൽ പോയാസ് എന്ന പേരുള്ള അതിസമ്പന്നമായ ഒരു രാജ്യം താൻ കണ്ടെത്തിയെന്നും അവിടുത്തെ രാജാവ് തന്നെ ആ രാജ്യത്തിന്റെ പ്രഭുവായി വാഴിച്ചു എന്നും പറഞ്ഞു. പോയാസ് രാജ്യത്തിന്റെ ഭൂപടങ്ങളും സ്വന്തമായി അച്ചടിച്ച കറൻസിയും അവൻ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. ലണ്ടനിലെ വലിയ ധനികർ ഈ രാജ്യം കാണാനും അവിടെ ഭൂമി വാങ്ങിക്കുവാനും ലക്ഷക്കണക്കിന് പൗണ്ടാണ് ഇയാൾക്ക് നൽകിയത്. ഏകദേശം 250ഓളം ബ്രിട്ടീഷുകാർ
തങ്ങൾ വാങ്ങിയ ഭൂമിയിൽ ജീവിക്കാൻ കപ്പൽ കയറി ഈ പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ചു. എന്നാൽ അവിടെ എത്തിയപ്പോൾ ഒരു രാജ്യവും ഉണ്ടായിരുന്നില്ല. അത് വെറും ഒരു കൊടും കാടായിരുന്നു. മലേറിയയും പട്ടിണിയും കാരണം പകുതിയിലധികം ആളുകൾ അവിടെ കിടന്നു തന്നെ മരിച്ചു. അപ്പോഴേക്കും ഗ്രെഗർ മെഗർ പണവുമായി ഫ്രാൻസിലേക്ക് കടന്നു കളഞ്ഞു. വെറും വാക്കുകൾ കൊണ്ടും ആത്മവിശ്വാസം കൊണ്ടും മനുഷ്യൻ ചരിത്രത്തിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയതെന്ന് കണ്ടില്ലേ? ഈ 6 പോയിന്റുകളിൽ നിങ്ങൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഏതാണ് എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കും.